ഡാൻസും പാട്ടൊക്കെ അയച്ച് 3-4 ദിവസം അടിച്ച് പൊളിച്ചിട്ടുള്ള എൻ്റെ കസിൻ്റെ കല്യാണ വിശേഷങ്ങളുടെ വീഡിയോ ആണെന്ന്. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഹായ്, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു പുതിയ കോസ്റ്റ്യൂമിലാട്ടോ ഞാൻ എന്നുള്ളത് എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല എൻ്റെ കസിൻ്റെ ഒരു മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പുതിയ കോസ്റ്റ്യൂമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ പേജിലുണ്ടാവും, എല്ലാവരും കാണാൻ. പഴയ ലുക്കിലുള്ള ഈ ഒരു കോസ്റ്റ്യൂമിലായിരുന്നു കേട്ടോ ബ്രൈഡ് ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന ഫോട്ടോഷൂട്ടിന്. ഇത് ബ്രൈഡിൻ്റെ ബ്രദറാണ്, റജ എന്നിട്ട് എൻ്റെ കസിൻ്റെ പേരിരുന്ന് ഒരുപാട് പോസ് അവൾ ഇട്ടൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന മാറ്റത്തെ കുറച്ച് ഐറ്റംസ് അങ്ങോട്ട് അവൾ ഇറക്കിയിട്ടുണ്ട്. നമ്മളത് അതിനനുസരിച്ചിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ റജൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇവിടുന്ന് ഫോട്ടോഷൂട്ടിനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ അത്. ബ്രൈഡിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും പിന്നെ അതുപോലെ റിലേറ്റീവ്സൊക്കെ പഴയ രീതിയിലുള്ള ഈ ഒരു കാണുന്ന കോസ്റ്റ്യൂംസിൽ തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ ഒരു കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം കല്യാണങ്ങൾക്കൊക്കെ അതുപോലെ സാരിയൊക്കെ എടുത്തിട്ടുള്ളതാണ് അധികം കാണാറുള്ളത് അല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് ഈ രംഗോലി ഡേ ഉണ്ടുള്ളത്. ഈ ഒരു ഡേ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അടിച്ച് പൊളിച്ചിട്ടുള്ള ഡേ തന്നെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് രാത്രി ആയിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. മോള് പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുപോലത്തെ ഡിസൈനർ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട്. ഇത് പിന്നെ കസിൻസാണ് കേട്ടോ. ഇവരൊക്കെ എന്തല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കാണുന്നത്. പിന്നെ സ്റ്റേജിൽ ബ്രൈഡും പിന്നെ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് അതുപോലെ ഒരുപാട് അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. നല്ല കിഡിലായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ആള്. മാത്രമല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഡാൻസൊക്കെ ഒക്കെ പാട്ടൊക്കെ ആയിട്ട് നല്ല ഫുള്ള് ലൈവ് അയച്ചിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ ബ്രദറാണ് കേട്ടത്. ഈ ഒരു ഹോൾ പാർട്ടി മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഈ ഒരൊറ്റ ആളാണ് കേട്ടോ. കാരണം എല്ലാവരെക്കാട്ടിലും ഒരുപാട് അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചിട്ടുള്ളത് ബ്രദറായിരുന്നു കേട്ടോ. ഇത് ബ്രൈഡിൻ്റെ ഫാദറിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാട്ട് ഇങ്ങനെ പാടുന്ന സമയത്ത് എൻ്റെ കസിനാണ് കേട്ടോ നന്നായിട്ട് ഈ ഒരു ഹിന്ദി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കണം. പിന്നെ അടുത്തതായിട്ട് ഞങ്ങളുടെ ചെറിയൊരു കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ മോനും മോൻ്റെ കസിൻസൊക്കെ കൂടെ ആയിട്ടുള്ള ചെറിയൊരു സെൽഫി എടുത്താണ്. പിന്നെ ഇതും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പാട്ട് പാടിയിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു കുഞ്ഞു കുട്ടികളുടെ ഡാൻസൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞാടായിരുന്നു കേട്ടോ. മക്കളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു കേട്ടോ. ആദ്യമൊക്കെ ആയിരുന്നല്ലേ മക്കളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ഫിയറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ഇന്നത്തെ ജനറേഷന് ഭയങ്കര ആക്റ്റീവാട്ടോ. അവർ സ്റ്റേജ് കണ്ടാൽ മതി. സത്യം പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും ഒന്നും അവർക്ക് സ്റ്റെപ്പ് അറിയണം എന്ന് യാതൊരു വിഷയമില്ല. അവർക്ക് അറിയുന്ന സ്റ്റെപ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും ഭയങ്കര ബോൾഡാണ് കേട്ടോ. ഒന്നും ഒരു കാര്യം കൊണ്ടും അവരിങ്ങനെ ഉൾവലിഞ്ഞിട്ടുള്ള സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടാണ്. കസിൻസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് കേട്ടോ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരു തലേ ദിവസമായിട്ടുള്ള ഫുഡ് ആയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പ്രത്യേക ഒരു വൈബാണല്ലോ ഒരു കല്യാണത്തലേന്നുള്ള ആ ഒരു ഫുഡിന്. അപ്പോൾ അതും നല്ല അടിപൊളി. മാത്രമല്ല നമ്മൾ ആ ഒരു വീടിൻ്റെ മുറ്റത്തിരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഈ കാണുന്ന ബ്രദറാണ് ബ്രൈഡിൻ്റെ അതുപോലെ ഒരു സിസ്റ്ററും കേട്ടോ.
ഇനി നമുക്ക് ഈ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. കല്യാണത്തിൻ്റെ അന്ന് കുറുക്കോൾക്കുന്ന് എമറാൾഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായത്, നിക്കാഹ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിപ്പാട് ബ്രദറിന് കൊടുത്തിട്ടുള്ള കുറച്ച് മുട്ടം പണിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ഈ ഒരു ഗ്രൂമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിലാണല്ലോ ഇപ്പോൾ എല്ലാ ഫോട്ടോസും ലേറ്റസ്റ്റ് ട്രെൻഡാണല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് എല്ലാവരും ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആണുങ്ങളൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ടായിരുന്നു, ബ്രൈഡിൻ്റെ കൂടെയും ഗ്രൂമിൻ്റെ കൂടെയൊക്കെ ആയിട്ട്. കസിൻസാണത്. ഗ്രൂമിൻ്റെ ഈ ഒരു ഡ്രസ്സാണെങ്കിലും ബ്രൈഡിൻ്റെ ഡ്രസ്സാണെങ്കിലും ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഡ്രസ്സായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് നമ്മളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ നിക്കാഹ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് അന്ന് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഡ്രസ് കോഡ് ഈ കാണുന്ന പേസ്റ്റൽ ഗ്രീൻ ആയിരുന്നു കേട്ടോ. മോളും പിന്നെ സിസ്റ്റർ മോളുമാണ്. പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ആദ്യം ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ എൻ്റെ കൂടെ ബീഫ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ സുർബിയാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസും പിന്നെ ബർഫി ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ നമ്മൾ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പം അടിപൊളി ഫോട്ടോ സെഷനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ കുഞ്ഞു കുട്ടികളിങ്ങനെ വരിയാക്കി നിർത്താൻ കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പരിപാടിയായിട്ട് നിങ്ങൾ കാണുന്ന വരിയായിട്ട് ഇങ്ങനെ നിർത്തി കൊടുത്തതായിരുന്നു ഫ്രണ്ടിലായിട്ട്. ഇനി ഈ ഒരു ബ്രൈഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദറിനെയും മദറിനെയും കൂടെ ഇങ്ങനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. മാമനാണത്, അത് മാമിയാണ്. അപ്പോൾ ബ്രൈഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നൊരു കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല കിഡിലൻ എൻട്രിയോട് കൂടിയിട്ടാട്ടോ ബ്രൈഡ് സ്റ്റേജിലേക്കൊക്കെ കയറുന്നത്. ഇപ്പോൾ ഒക്കെ തോന്നുന്ന ഒരു വിധം കല്യാണ പരിപാടികളൊക്കെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് സ്റ്റേജ് ആണെങ്കിലും ഒക്കെ ഡെക്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി തീമായിരുന്നു. അതിൽ ഇവരുടെ ഡ്രസ്സിൻ്റെ ആ ഒരു കളറും കൂടി നല്ല മാച്ചായിട്ട് തോന്നിട്ടോ. ഇതിന് കൂടെ കസിൻസിൻ്റെ ഒരു കിടിലൻ ഡാൻസും കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് മഹർ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻസും കൂടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കസിൻസാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫോട്ടോ സെഷൻ ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഫോട്ടോ, അതൊരു കിടലനായിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു ഡ്രസ്സിൽ സത്യം പറഞ്ഞാൽ സ്റ്റേജിൻ്റെ ആ ഒരു തീമും കൂടി നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സിനെക്കാട്ടിലും നമ്മൾ ദൂരം ആ ഒരു ഫോട്ടോയിലാണ് ആ ഒരു ഭംഗി കാണുന്നത് കേട്ടോ. പേസ്റ്റൽ ഗ്രീൻ കളറായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പേസ്റ്റൽ ഗ്രീന് പെട്ടെന്ന് കിട്ടാത്തൊരു കളറായത് കാരണം ആ ഗ്രീനിൽ തന്നെ ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും ഡ്രസ്സിൻ്റെ കളറ്. പക്ഷേ ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചായി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഫോട്ടോക്ക് ഒരു പ്രത്യേക ഭംഗിയായിട്ട് തന്നെ തോന്നിയിട്ടോ. നമ്മളൊക്കെ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയിട്ടാട്ടോ ഈ ഒരു കളർ നമുക്ക് ഒത്തു കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും റെയറായിട്ടുള്ളൊരു കളറായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കടയിൽ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ ആണല്ലോ, നമ്മൾ നോക്കുന്ന കളർ കിട്ടാൻ കുറച്ച് പണിയാവും. പിന്നെ ഈ കാണുന്ന കേക്ക് കട്ടിങ് ആയിരുന്നു അടുത്തതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കല്യാണ വിശേഷങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എനിക്ക് എൻ്റെ ഒരു ഫീൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ
ആയിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും ഒരു കല്യാണം അറ്റൻഡ് ചെയ്തൊരു ഫീല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. മാത്രമല്ല വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കാണാം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട്. ഇതുപോലത്തെ കിഡ്ലൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്